നമസ്കാരം. ബംഗ്ലാദേശ് ഐസിസ് പിടിയിലാകുന്നു എന്ന ഭയാനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾ ഉയർത്തിയ കൊടികൾക്കിടയിൽ ഐസിസ് കൊടികളും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇവർക്ക് വളരെ വലിയ പദ്ധതികൾ പലതും ഉണ്ടായിരുന്നു. ഹിന്ദു വംശഹത്യയ്ക്ക് ഉൾപ്പെടെ പദ്ധതികൾ ഇട്ടിരുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഇത് ബംഗ്ലാദേശിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ രീതിയിലുള്ള പദ്ധതികൾ വ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഭീകരവാദ രാജ്യം കൂടി ഉടലെടുക്കുന്നു എന്ന സൂചനകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. പാകിസ്ഥാന്റെ മതസ്വാധീനം, ഭീകരമായ മതസ്വാധീനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും ഉണ്ടായിരിക്കുന്നതായിട്ടാണ് അറിവ്. നേരത്തെ ബംഗ്ലാദേശ് ഒരു ബംഗ്ലാ സംസ്കാരം, പശ്ചിമ ബംഗാളിൻ്റെ സംസ്കാരത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു നാടാണ്. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള മതപരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും ബംഗ്ലാദേശിന് അകത്തും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നുവെങ്കിലും പാകിസ്ഥാൻ്റെ അത്രയും മതഭീകരത ബംഗ്ലാദേശിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളല്ല ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. തീവ്രവാദത്തിൻ്റെ അങ്ങേയറ്റം ക്രൂരമായ നിലയിലേക്ക് ബംഗ്ലാദേശ് പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് പാകിസ്ഥാനിൽ ഭീകരവാദികൾ മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും. ഈ വർഷം ആദ്യം മുതൽ തന്നെ ബംഗ്ലാദേശിൽ ഐസിസിൻ്റെ സ്വാധീനത്തിനുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ്റെ സഹായം ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നും അനുമാനിക്കപ്പെടുന്നു. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ വധത്തിന് പിന്നിലും ഇത്തരം ആൾക്കാരാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഭീകരവാദികൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയായിരുന്നു. അത് തന്നെയാണ് ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായിട്ടുള്ള ഇൻക്വിലാബ് മഞ്ചിൻ്റെ പ്രക്ഷോഭത്തിനിടയിലേക്ക് അവർ നുഴഞ്ഞു കയറിയതും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭകാരികൾക്കിടയിൽ തന്നെ അവർ ആദ്യം തന്നെ നിലയുറപ്പിച്ചിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു മത അനുയായിയായ ദീപു ചന്ദ്രന് നേരെയുള്ള ആക്രമണം എന്നും കണക്കാക്കപ്പെടുന്നു. ഹിന്ദു യുവാവിനെതിരെ ആക്രമണം നടത്തിയെങ്കിലും ഇതിനെതിരെ ശക്തമായ നടപടികൾ ഇതുവരെയും ബംഗ്ലാദേശ് സർക്കാർ കൈക്കൊണ്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള മൃഗീയമായ കാര്യം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാർ അവർക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. മുഹമ്മദ് യൂനസിന് അത് നൽകുവാനേ സാധിക്കുകയുള്ളൂ. കാരണം അവിടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നേരത്തെ പാകിസ്ഥാനിൽ ഉള്ളതുപോലെ പാകിസ്ഥാനിൽ എങ്ങനെയാണോ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ കഴിഞ്ഞു പോകുന്നത്, അതുപോലെ ഭീകരവാദികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ബംഗ്ലാദേശിൽ കഴിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ പട്ടാളം അടക്കം എല്ലാവരും ഭീകരവാദികളായിട്ട് മാറുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ തന്നെ ഏകദേശം ബംഗ്ലാദേശ് പട്ടാളത്തിൽ 40 മുതൽ 45% വരെ റസാക്കറുകളാണ്. അതായത് ബംഗ്ലാദേശിൻ്റെ വിമോചന കാലഘട്ടത്തിൽ ആ വിമോചനത്തെ തുരങ്കം വയ്ക്കുവാൻ, അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ ഇസ്ലാമിക് റസാക്കർമാരാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പട്ടാളക്കാരിൽ 40 മുതൽ 45% വരെയും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഇനിയും ഇതിൻ്റെ സംഖ്യ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകളാണ് ഇത്തരം ഒരു വലിയ സൈന്യത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുത്തത്. കാലങ്ങൾ കൊണ്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ഒരു നിശബ്ദ ശ്രമം തന്നെ ഇതിനുണ്ടായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബംഗ്ലാദേശ് വലിയ പൊട്ടിത്തെറികൾക്കാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ്, ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വിമോചന കാലത്ത് പാകിസ്ഥാന് എതിരെ സമരം നടത്തിയിരുന്ന ബംഗ്ലാദേശിൻ്റെ അവസ്ഥയല്ല ഇപ്പോഴത്തെ ബംഗ്ലാദേശിനുള്ളത്. അവരിന്ന് പാകിസ്ഥാനോടൊപ്പം യോജിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധമായ ഒരു അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശിൽ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി ചെന്ന് അടുപ്പിക്കുന്നത്. അവിടെ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ, ഇത്തരം ആക്രമണങ്ങൾക്കെല്ലാം തന്നെ പാകിസ്ഥാൻ ISIക്ക് വലിയ
പിന്തുണയുണ്ട്, ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്ക് വലിയ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങിക്കേൾക്കുന്നതും എല്ലാ തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ ശ്രമങ്ങൾ അവിടെ നടക്കുന്നതും. ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെയുള്ള, അവാമി ലീഗിന് നേരെയുള്ള എല്ലാ തരത്തിലുള്ള അതായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ചെന്നവസാനിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ കലാപങ്ങളായിട്ടാണ്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ശ്രമങ്ങളും അവർ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ എങ്ങനെയാണോ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ കിഴക്ക് ഭാഗമായ ബംഗ്ലാദേശിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ എന്ത് രീതിയിലുള്ള ഭീകരവാദ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നായാലും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും ഞൊടിയിടയിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാകാൻ തരത്തിലുള്ളൊരു സൈനിക ശേഷിയിൽ ഇന്ത്യക്ക് സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ അതിർത്തികളും പൂർണ്ണമായ വലിയ സുരക്ഷിതത്വത്തിന് കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രശ്നം ഉടലെടുത്തപ്പോൾ തന്നെ സിലിഗുരി കോറിഡോറിൽ ഇന്ത്യ തങ്ങളുടെ സൈനിക താവളങ്ങളെല്ലാം തന്നെ സുശക്തമാക്കിയിട്ടുണ്ട്. S-400 ഉൾപ്പെടെയുള്ള വലിയ സൈനിക നിര, S-400 ഉൾപ്പെടെയുള്ള വലിയ സൈനിക ആയുധങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബൃഹത്തായ സംവിധാനങ്ങളാണ് ഇന്ത്യയുടെ അതിർത്തികളെല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ തന്നെ ഞൊടിയിടയിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ, രാജ്യത്തിൻ്റെ സൈന്യം തന്നെ അപ്രത്യക്ഷമാകുന്ന തരത്തിലുള്ള പോർമുനകൾ ഇന്ത്യ തുറന്നു വച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളും എങ്ങനെയാണോ ഭീകരവാദികൾ ഭരിക്കുന്നത് ആ രീതിയിലാണ് മുഹമ്മദ് യൂനസ് മുന്നോട്ട് പോകുന്നത്. ഇതിനെ മറയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ബോർഡർ വഴിയുള്ള നുഴഞ്ഞുകയറ്റം മാത്രമല്ല, വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടകൾക്കും ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്ത്യ നിശബ്ദമായി ഇരിക്കും എന്ന് കരുതണ്ട എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബംഗ്ലാദേശിനോട് പറയാനുള്ളൂ. ഏകദേശം 4000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട് ബംഗ്ലാദേശുമായിട്ട്. ബംഗ്ലാദേശിൻ്റെ വാണിജ്യ രംഗങ്ങളുടെ കാര്യമെടുത്താൽ ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഇന്ത്യയാണ്. അവിടുത്തെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, അവരുടെ പ്രധാനപ്പെട്ട വ്യവസായമായ ടെക്സ്റ്റൈൽസ് വ്യവസായത്തിന് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ചെന്നെത്തിയില്ല എങ്കിൽ ഇതെല്ലാം നശിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു ബന്ധമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ തകർത്തെറിയുന്നതിലൂടെ ബംഗ്ലാദേശിനെ അടിമുടി തകർക്കുവാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് യൂനസ് ശ്രമിക്കുന്നത്. അസിം മുനീറിൻ്റെ പാകിസ്ഥാനും മുഹമ്മദ് യൂനസിൻ്റെ ബംഗ്ലാദേശും ഇപ്പോൾ ഒന്നായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടുത്തെ ദേശീയ പത്രമായ ഡെയിലി സ്റ്റാർസിനെ ഉൾപ്പെടെ ആക്രമണത്തിന് വിധേയമാക്കിയപ്പോൾ പോലും അവിടുത്തെ സർക്കാരിന് യാതൊരു തരത്തിലുള്ള അനക്കവുമില്ല. ഡിസംബർ 12-ന് പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപം ഇന്ന് ബംഗ്ലാദേശിനെ വിഴുങ്ങുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമായത് എന്ന് ബംഗ്ലാദേശ് ഒന്ന് ഓർക്കണം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ എന്തുമാത്രം വിയർപ്പൊഴുക്കിയിട്ടുണ്ടെന്ന്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പാകിസ്ഥാനിൽ അധികാരത്തിൽ വരുമ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാന് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല ഷെയ്ഖ് മുജീബുർ റഹ്മാനെ. ആ ഒരു രീതിയിൽ ആ ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. തുടർന്ന് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പാകിസ്ഥാൻ ഇതിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസാക്കർമാരെ വിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടത്തി. ഇതിനെതിരെ മുക്തി ബാഹിനി ഉണ്ടായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇന്ത്യ വലിയ പിന്തുണയാണ് നൽകിയത്. തുടർന്ന് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തന്നെ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇന്ത്യയുടെ പ്രത്യാക്രമണം, ആ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ അടിമുടി നിലംപരിശാക്കുകയായിരുന്നു. ആ നിലംപരിശായ അവസ്ഥയിൽ നിന്ന് പാകിസ്ഥാന് സത്യത്തിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ത്യ 10 മടങ്ങ് ശക്തമാണ് എന്ന കാര്യം പോലും ഈ രാജ്യം മറന്നുപോകുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള കലാപശ്രമങ്ങൾ നടത്തി അത്തരം കലാപകാരികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാമെന്ന വ്യർത്ഥമായ ധാരണ പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1970-കൾ വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെ
പറയാനുള്ളൂ. വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകളാണ് ബംഗ്ലാദേശ് വിമോചന കാലത്ത് പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്തത്. ഏകദേശം 3 ലക്ഷത്തിലേറെ കൂട്ടക്കൊലകൾ, 4 ലക്ഷത്തോളം വരെ സ്ത്രീകൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ ചെയ്ത ക്രൂരമായ ഒരു രാജ്യത്തിനൊപ്പമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് നിലനിൽക്കുന്നത്. എന്തായാലും മുഹമ്മദ് യൂനസിൻ്റെ ഇത്തരം പദ്ധതികൾ, ഇത്തരം കാര്യങ്ങൾക്ക് വലിയ വില തന്നെ നൽകേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.